ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കി എടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിൽ വലിയ ഹോളും ചെറിയ ഹോളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ചെറിയ ഹോളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പായസത്തിനുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല കനം കുറിച്ചിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്, ഒരുപാട് കട്ടിയിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിനി പായസം തയ്യാറാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പാത്രം നന്നായി ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നെയ്യൊന്ന് വരട്ടെ. മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ്. 250 ml കപ്പിൽ 2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് സേമിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 ക്യാരറ്റ്, ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ക്യാരറ്റ് എടുക്കാം, കുഴപ്പമില്ല. ക്യാരറ്റിൻ്റെ ടേസ്റ്റും കുറച്ച് മുന്നിൽ നിൽക്കുന്നുള്ളൂ, എന്നാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതേപോലെ സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കാം. സേമിയ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് കൈയെടുക്കാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊന്ന് ഇളക്കി കൊടുക്കൊണ്ടു. പെട്ടെന്ന് തന്നെ സേമിയ കരിഞ്ഞു പോകും. മുകളിലെ ഭാഗം ആകൂല, അടിയിലെ ഭാഗം ആകുകയും ചെയ്യും. അപ്പോൾ അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് സേമിയ മൂത്ത് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം മെൽറ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ക്യാരറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ വിഷുവിനൊക്കെ പായസം തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. നമ്മൾ വെറും സേമിയ ചേർത്തിട്ടുള്ള പായസത്തിനേലും ക്യാരറ്റൊക്കെ ചേർത്തിട്ട് ഞാനിത് ചെയ്യുന്നത് പോലെ നിങ്ങൾ റെഡിയാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കിയാലും തികയില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. പെരുന്നാളിന് ഞാൻ തയ്യാറാക്കിയ പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ അടിപൊളി പായസമാണ്. എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ആദ്യം ഞാൻ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം ഒരുപാട് പ്രധാനമാണ് കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തീരെ ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല എങ്കിൽ വീഡിയോ ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാലും 1 കവർ പാൽ, അതായത് 1/2 ലിറ്റർ പാലും പിന്നെ 1/4 കപ്പ് പാലും ചേർത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തത് നമ്മളിത് തിളച്ച് വേകാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയാണ്. സേമിയ കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ രീതിയിലൊന്ന് മിക്സാക്കിയാൽ മതി. ഞാൻ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. മീഡിയത്തിൻ്റെയും ലോവിൻ്റെയും ഇടയിൽ വെക്കുക. എന്നിട്ട് കണ്ടോ ഇപ്പം നന്നായിട്ട് തിളച്ചല്ലോ. ഇനി മീഡിയത്തിൻ്റെയും ലോവിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നമുക്കിത് ചെറുങ്ങനെ എന്നിങ്ങനെ ഒന്ന് മൂടിയൊന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പാലായതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ പാല് തിളച്ച് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് തുറന്ന് വെക്കുക. എന്നിട്ട് മീഡിയത്തിൻ്റെയും ലോവിൻ്റെയും ഇടയിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇടക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഇട്ട് പോകരുത്. അപ്പോൾ മുകളിൽ ഇങ്ങനെ വല്ലാണ്ട് പാട ഇങ്ങോട്ട് വരും. അപ്പോൾ വരാതിരിക്കാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ കുക്കായി കിട്ടിക്കോളൂ. ഇപ്പോൾ എൻ്റെ സേമിയൊക്കെ വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സേമിയൊക്കെ വെന്ത് നമ്മൾ ഒഴിച്ച പാലൊക്കെ ഒന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. സേമിയ കണ്ടോ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേകുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലൊക്കെ ചേർത്താൽ ഇനി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് തിളച്ചാൽ മാത്രം മതിയാകും.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് പായസത്തിന് ചേർത്ത് കഴിഞ്ഞാൽ. ഞാനൊരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതുപോലെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമ്പോൾ പായസം ഒന്നും കൂടി ലൂസായി വന്നോളൂ. പായസം അല്ലെങ്കിലും ഒരുപാട് ലൂസായിട്ട് കുടിക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ പറയുക, സേമിയ പായസമൊക്കെ ആകുമ്പോൾ കുറച്ചിങ്ങനെ തിക്കിൽ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ജസ്റ്റ് ഒരു തിളവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യിൽ ഒരു 1.5 ടീസ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ നെയ്യിൽ ഒരല്പം അണ്ടിപ്പരിപ്പ്. ഈ പായസത്തിലേക്ക് നമ്മൾ മുന്തിരി ഒന്നും ചേർക്കണ്ട, അണ്ടിപ്പരിപ്പ് മാത്രം ഇതുപോലെ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. പായസം എപ്പോഴും കുറച്ച് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ലത്. പക്ഷേ എനിക്ക് പായസം ചെറിയ ചൂടോടെ കുടിക്കാനാട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് പായസം ചെറിയ ചൂടോടെ കുടിക്കാനാണോ ഇഷ്ടം, അതോ നല്ല തണുത്തിട്ട് കുടിക്കാനാണോ ഇഷ്ടമെന്ന് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.